പഠിച്ച സ്കൂളാണ്. പഴയ ഓർമ്മകളിലേക്കും ചെറുപ്പകാലത്തേക്ക് കടന്നു. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ എൻ വിയുടെ കവിതയിൽ പറയുന്ന പോലെ വീണ്ടും എത്താൻ മോഹം എന്ന് പറയുന്നുണ്ട്. ഈ സ്കൂളിലാണ് ഞാൻ പഠനം ആരംഭിച്ചത്. ഈ കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന് എനിക്ക് തോന്നുന്നു കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടന്ന് കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. എന്നാലും ഈ ഒരു കെട്ടിടം മാത്രമായിരുന്നു അന്ന്. JLP സ്കൂൾ പൂളപ്പാടെന്ന് പറഞ്ഞാൽ ഈ ഒരു കെട്ടിടം മാത്രമായിരുന്നു. അവിടെയാണ് പഠിച്ചത്. അവിടെ പഠിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കരുതുന്നത് അതെൻ്റെ ഒരു ഭാഗ്യമായിരുന്നു. ഇവിടെ പഠിക്കാൻ അവസരം കിട്ടിയത്. ഈ ഭാഗ്യം എന്നുള്ള വാക്കിന് മറ്റൊരു അർത്ഥം കൊടുത്തില്ലെങ്കിൽ, കാരണം അന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകരായിരുന്നു. ഏതെങ്കിലും ഒരാളെന്നല്ല, എല്ലാവരും. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഇതെൻ്റെ ഒരു പ്രൈമറി സ്കൂളല്ല, എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണിത്. ഇവിടെ നിന്നാണ് എൻ്റെ പ്രപഞ്ച വീക്ഷണം, വ്യക്തിത്വമൊക്കെ രൂപപ്പെടുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ച, വീടിന് പുറത്ത് പങ്കുവഹിച്ച ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഈ സ്കൂളാണ്. അത് ഞാനിപ്പോഴും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. MK ദിവാരൻ മാഷ് മാത്രമല്ല, ഈ പ്രൈമറി സ്കൂളിൽ ഞാൻ പഠിച്ച കാലം അത്രയും പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ അവരെല്ലാം എൻ്റെ മുൻപിൽ ഇപ്പോഴും അവർ ചെറുപ്പക്കാരായി, കാരണം ഇപ്പോൾ പ്രായമായിട്ടുണ്ടാവുമല്ലോ, പക്ഷേ ചെറുപ്പക്കാരായ അവരുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിൽ MK ദിവാരൻ മാഷ്, പിന്നെ ചെറിയ കാലങ്ങളിൽ പ്രധാനാധ്യാപകരായിട്ട് വന്നിരുന്നു ഒരു രാമൻ മാഷ്, അതുപോലെ ഒരു അലവി മാഷ്. ബാലകൃഷ്ണനൊക്കെ ഓർമ്മയുണ്ടാവും ഇവരൊക്കെ അല്ലേ? ഇവരൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ അയൽവക്കക്കാരനായിരുന്നു. ഞാൻ നോക്കുകയാണ് അദ്ദേഹത്തെ. അലവി മാഷ്, അതുപോലെ തന്നെ കുമരേശൻ മാഷ് 4 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു. ആൻ്റണി മാഷ്, അതുപോലെ നമ്മുടെ സുരേഷ് ബാബു മാഷ്, ജോസഫ് മാഷ്, ഒരു അരവിന്ദൻ മാഷ്, അതുപോലെ റസീന ടീച്ചർ, വത്സലാഭായി ടീച്ചർ ഇവിടെ അല്ലേ, അടുത്തല്ലേ? രാധ ടീച്ചർ അറബിയായിരുന്നു, പക്ഷേ അങ്ങനെയുള്ള ഭേദമൊന്നുമില്ല, എല്ലാവരും രാധ ടീച്ചർ. ജെസ്സി ജോൺ ടീച്ചർ നമ്മുടെ കരിമണ്ണൂരായിരുന്നു, ഇടുക്കിയിൽ നിന്ന് വന്നിട്ട് ഇടക്കാലത്ത് വന്നിട്ടുള്ള. ഇവരൊക്കെയാണ് ഇവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ. അവരെല്ലാം ഒന്നിനൊന്ന് മികച്ച അധ്യാപകരായിരുന്നു. ആ കൂട്ടത്തിൽ ദിവാകരൻ മാഷ് വീട് ഇവിടെ ഞെട്ടിക്കുളത്താണ്. ദിവാകരൻ മാഷ് ഈ സ്കൂളിൻ്റെ ഒരു പ്രതീകമായിരുന്നു. ദിവാകരൻ മാഷാണ് സത്യത്തിൽ ഇവിടെ ഒരു തലമുറയെ, ഈ ഗ്രാമത്തിലെ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചൊരു ശില്പി. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചാൽ, അന്നത്തെ ഇവിടുത്തെ അധ്യാപകരെ മാതൃകകളായിട്ട് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് 2 വട്ടം ആലോചിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അവർക്കിങ്ങനെ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നാണ്. അപ്പോൾ ഞാനൊരു നിർത്തി വെച്ചോട്ടെ, ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെയാണല്ലോ ഏതാണ്ട് ലീഡർ എന്ന തരത്തിലേക്കൊക്കെ മാറാൻ കഴിഞ്ഞു. ഞാനിവിടെ 2ാം ക്ലാസ്സിലും 3ലും 4ലും സ്കൂൾ ലീഡറായിരുന്നു ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ. അതൊക്കെ ഓരോ നല്ല രസമുള്ള ഓർമ്മകൾ, അനുഭവങ്ങളാണ്. ഏതായാലും ഈ സ്കൂള് എൻ്റെ ജീവിതത്തിൽ സ്കൂളെന്ന് പറയുമ്പോൾ പെട്ടെന്ന്, ഞാൻ പല സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഇത് കഴിഞ്ഞിട്ട് UP സ്കൂളിൽ ഞെട്ടിക്കുളത്ത് പഠിച്ചു. വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ അടക്കാക്കുണ്ട് ഒരു ക്രസൻറ്റ് ഹൈസ്കൂളുണ്ട്, അവിടെ പഠിച്ചു. ഇവിടെ തന്നെ പാലയമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ പഠിച്ചു. ഞാൻ പലയിടത്തും പഠിച്ചിട്ടുണ്ട്. ഒരു സ്കൂളിനെ ഞാൻ തള്ളി പറയുന്നില്ല. എല്ലാ സ്കൂളും അതിൻ്റേതായൊരു പങ്ക് നമ്മളെ സ്വഭാവ രൂപീകരണത്തിൽ വഹിച്ചിട്ടുമുണ്ട്. അവിടുത്തെ അധ്യാപകരെ എല്ലാം ആദരവോടെ ഓർക്കുന്നു. പക്ഷേ ഇത് വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ആദ്യമായി വന്നു എന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടാവും. ഈ സ്കൂളൊരു സ്കൂളായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഞാൻ ആ അധ്യാപകരെ എല്ലാം ഏറെ ആദരവോടെ, നന്ദിയോടെ, കടപ്പാടോടെ ഓർമ്മിക്കുന്നു. ആ ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് വന്ന ഒരു ആഹ്ലാദകരമായ അനുഭവമാണ്. ഇന്നിവിടെ പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് അവരിലൂടെ കാണുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് തിരക്കുകൾക്കെല്ലാം ഇടയിൽ, തിരഞ്ഞെടുപ്പും വോട്ടൊന്നുമായിട്ട് ഇതിന് ബന്ധമില്ല, ഈ പരിസരത്തൂടെ വന്നപ്പോൾ ഇതിൽ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു നല്ല അനുഭവം, നല്ല ഓർമ്മ. അതിന് ഇങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടതിനോട്, തെരഞ്ഞെടുപ്പിനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ.